ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടും ന്യൂട്രീഷനുമായിട്ട് രീതിയിൽ നമ്മുടെ സ്വന്തം കണ്ണൂർ കോക്ടെയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് 2 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 2 ക്യാരറ്റ്, പിന്നെ 4-5 ഡേറ്റ്സ്, പിന്നെ യോഗട്ട് 2-3 ടേബിൾ സ്പൂൺ യോഗട്ട്, അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ ഹണി. ഇത്രയും സാധനമാണ് നമുക്കിതിന് വേണ്ടത്. അടുത്ത് നമുക്കിനി ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ മാംഗോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇത് നമ്മൾ ചൂട് കാലത്തൊക്കെ ബോഡി ഫ്രഷ് ആവാനും നല്ല എനർജി ഫുള്ളായിട്ടൊക്കെ നിൽക്കാനും പറ്റിയൊരു എനർജി ഡ്രിങ്കായിട്ട് നമുക്ക് ഈ കണ്ണൂർ കോക്ടെയിൽ വീട്ടിൽ ചെയ്ത് നോക്കാം. അതുപോലെ നമുക്ക് ഹെൽത്തി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കിത് ചെയ്ത് നോക്കാം വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റാം. മാംഗോയും അതുപോലെ വേവിച്ച ക്യാരറ്റും യോഗട്ടും ഡേറ്റ്സും ഹണിയും അതുപോലെ തന്നെ 1 ഗ്ലാസ് പാല്, ലോ ഫാറ്റിൻ്റെ പാലാണ്, അതുകൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് ഫ്രഷ് ഫ്രൂട്ട്സും നാച്ചുറലായിട്ടുള്ളൊരു മധുരവും നല്ല കൂളായിട്ടുള്ളൊരു ഫ്ലേവറും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ടേസ്റ്റും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, വീട്ടിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മിക്സിയുടെ ജാറിൽ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റാം. പിന്നെ നമുക്കിതിൽ പീനട്ട്സ്, അതിലെ കറുത്ത മുന്തിരിങ്ങ, അതുപോലെ ഓട്സ്, ഇതൊക്കെ നമുക്ക് ചേർക്കാം. ഇത് 1 ഗ്ലാസ് കുടിച്ചാൽ തന്നെ പിന്നെയും വീണ്ടും ചോദിച്ച് കുടിക്കും. കാരണം ഇതിൽ ഷുഗറില്ല, പ്യുവറായിട്ടുള്ള ഹോം മെയ്ഡായിട്ടുള്ള എല്ലാ സാധനങ്ങളാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.